എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ വീട് തന്നെ ഒന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ വീടൊന്ന് റിനോവേഷനൊക്കെ കഴിഞ്ഞായിരുന്നു, ചില പുതുക്കിപ്പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു യൂട്യൂബറുടെ ഒരു വലിയ വീട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ കാണരുത്. സംഭവം നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം വന്ന് തുടങ്ങണേ ഉള്ളൂ. നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചാൽ അത്യാവശ്യം ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനും എൻ്റെ അനിയന്മാരും എല്ലാവരും കൂടി വെച്ചൊരു റിനോവേഷൻ ചെയ്ത വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ നമുക്ക് റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ചില പൊടിക്കൈകളും അതുപോലെ റേറ്റ് കുറക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീട് റിനോവേഷനിൽ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളോ അല്ലെങ്കിൽ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ നമ്മൾ ചെയ്തേക്കണ ചില പൊടിക്കൈകളെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ കാര്യങ്ങൾ കിടക്കാം. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിൽ നമ്മൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ പഴയ വീടും ഈ സിറ്റ് ഔട്ട് സെയിം തന്നെയാണ്. നമ്മൾ പുറകിലേക്കാണ് റിനോവേഷൻ കൂടുതൽ ചെയ്തേക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ രണ്ട് പില്ലറിൻ്റെ ഇടയിൽ ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ട് അവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കണോണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം, വൈകുന്നേരം ചായ കുടിച്ചിങ്ങനെ വന്നിരിക്കാം. അതുപോലെ രണ്ട് സൈഡിലേക്കാണ് സ്റ്റെപ്പ് കൊടുത്തേക്കണേ. പിന്നെ എന്താ സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു പന്തലൊക്കെ ഇട്ട് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഇവിടെ ഒരു സ്റ്റേജായിട്ട് തൽക്കാലത്തേക്ക് ടെമ്പററി സ്റ്റേജ് പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ ഹാൻഡ് റെയിൽ ഇല്ലെങ്കിൽ. അപ്പോൾ ഇത് പഴയ വീടിൻ്റെ ഇത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ റിനോവേഷൻ ചെയ്തത് കൂടുതലും പുറകിലേക്കാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഹോളിലേക്ക് കയറി വരുമ്പോൾ ആദ്യം തന്നെ പറയുന്ന ഡോറാണ്. നമ്മളിപ്പോൾ കൊച്ചിക്കാർക്കാകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ പൊതുപോലെയായിട്ട് ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ കൊത്തുപണികളാണ് ചെയ്തേക്കണം. അത് ബൈബിളുമായിട്ട് റിലേറ്റഡ് ഉള്ള കുറച്ച് പിക്ചറുകളാണ് നമ്മളിവിടെ കൊടുത്തേക്കണേ. അതുപോലെ കൊന്ത ഇവിടെ തൂക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോൾ കാണേണ്ടത് ഒരു ഷോക്കേസ്. ഇത് നമ്മുടെ പഴയ ഷോക്കേസ് തന്നെയാണ്, പക്ഷേ അലൂമിനിയം ഫാബ്രിക്കേഷനും ഗ്ലാസ്സൊക്കെയാണ് ചെയ്തേക്കണേ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മരത്തിൻ്റെ ഫ്രെയിമിൽ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അതാണ് ഇത് നമ്മുടെ ആദ്യത്തെ മോഡൽ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു മോഡലാണ്. അപ്പോൾ അത് പൊളിക്കാതെ തന്നെയാണ് നമ്മൾ റിനോവേഷൻ ചെയ്തത്. അപ്പോൾ മരത്തിൻ്റെ ബീഡിങ്ങിൽ നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ കൂടെ തന്നെ മരത്തിൻ്റെ ബീഡിങ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വർക്ക് കാണുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തീരും. ഷോക്കേസ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പണ്ട് ഇവിടെ ഒരു ആർച്ചായിരുന്നു. നമ്മൾ ഇപ്പുറത്തെ മുറിയിലേക്ക്, ഇതൊരു ഹോളായിരുന്നു, ഈ ഹോളിലേക്ക് പോകാൻ വേണ്ടി ഒരു ആർച്ചായിരുന്നു. ഇപ്പോൾ ഇത് സ്ക്വയർ ടൈപ്പ് ആക്കി. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി ചെറുതായിരുന്നു, ഇപ്പോൾ നമ്മളത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ആൻഡ് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇവിടെ കൊടുത്തേക്കണത്. പിന്നെ ഹോളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സോഫ സെറ്റ് നമ്മൾ ഹോളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3+1 അങ്ങനത്തെ ഒരു സോഫ സെറ്റ് നമ്മൾ പുതിയതായിട്ട് ഹൗസ് റിനോവേഷൻ കഴിഞ്ഞപ്പോൾ മേടിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അക്വേഷ്യയുടെ മരം കൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ മേടിച്ചതെന്ന് വെച്ചാൽ പെരുമ്പാവൂർ നെല്ലിക്കുഴിയിൽ നിന്നാണ് നമ്മൾ സോഫ സെറ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ അവിടെ പോയി എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ അവിടെ പോയി നേരിട്ട് കണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മരം തന്നെയാണ്, പിന്നെ വെള്ളം ഇല്ലാത്തതാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനം അത്യാവശ്യം നല്ലതായിരുന്നു. നമ്മൾ അവിടുത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടെ 100, 10, 200, 300 ഷോപ്പുകളുണ്ട് അവിടെ നെല്ലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ നമ്മൾ അവിടെയുള്ളൊരു വർക്ക്ഷോപ്പിലേക്ക് തന്നെ ഡയറക്റ്റ് പോയി മുട്ടിയത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് റേറ്റിൽ സാധനം കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഈ 3 സോഫയും ഈ 3 സീറ്റും അതുപോലെ 1+1 3+1 എന്നുള്ള ഒരു 5 പേർക്ക് ഇരിക്കാൻ പറ്റിയ സോഫ സെറ്റ് നമുക്കൊരു 12,500 കിട്ടി. ഞാൻ പറഞ്ഞ പോലെ അക്വേഷ്യയാണ് മരം, നല്ല വെയിറ്റാണ്. ഒരാൾക്കൊന്നും ഒറ്റയ്ക്ക് സാധനം പൊക്കി കൊണ്ടുപോകാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ലാസ്റ്റിംഗ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഹോളിൽ തന്നെയാണ് നമ്മൾ രൂപക്കൂട് കൊടുത്തേക്കുന്നത്. രൂപക്കൂട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമുക്ക് നന്നായിട്ട് പണിത് തന്നതാണ്. അപ്പോൾ ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ പണിതേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ രൂപക്കൂട് ഒന്ന് എക്സ്പോസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ പുറകിലെ ഭിത്തിയിൽ കൊടുത്തേക്കണ ഒരു വാൾ പെയിൻറ്റിങ് ഈ ഇതാണ്. ലൈറ്റ് ഗ്രീനിൽ ബ്ലൂ ആയിട്ടുള്ള ഒരു ഷെയ്ഡിങ്ങാണ് നമ്മൾ കൊടുത്തേക്കണത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കണത്. ഇത് മുതലിൽ തന്നെ നമ്മൾ ചെറിയൊരു പോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അത് വേണമെങ്കിൽ മീനിനൊക്കെ ഇടാം, വെള്ളമൊക്കെ നിറച്ച് ഫുള്ളായിട്ട് ഇടാം. അത് ഒരു 160 രൂപയൊക്കെ വില വരുന്നുണ്ട്. നമ്മൾ സോഫ സെറ്റിൻ്റെ മുകളിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഹോളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ റിനോവേഷൻ ഒന്നും കാര്യമായിട്ട് നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് പണ്ടത്തെ ടൈലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ടൈലിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അടുത്ത ഹോളാണ് നമ്മൾ പുതിയതായിട്ട് എടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ ടൈലിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ വേറൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രാനൈറ്റിൻ്റെ ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ടൈലിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 4:2 ടൈലിൻ്റെ സൈസ്. മറ്റേ പഴയ റൂമിലൊക്കെ 2:2 അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡൈനിങ് ഹോളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഡൈനിങ് ടേബിളും ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡൈനിങ് ടേബിളും 6 ചെയറാണ്. അപ്പോൾ 6 ചെയർ അപ്പുറം ഇപ്പുറം 3 വരണ്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ അവിടെ സൗകര്യത്തിനൊരു ബെഞ്ചാണ് ഇട്ടിരിക്കുന്നത്. കാര്യം
കുറച്ച് കൂടുതൽ പേർക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം എന്നുള്ള രീതിയിലാണ് ബെഞ്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ നേരത്തെ സോഫ എടുത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നെല്ലിക്കുഴിയിൽ നിന്ന് അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തതാണ്. ഇതും അക്വേഷ്യ തന്നെയാണ്, നല്ല വെയിറ്റ് ആണ്. കസേര അങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ കസേരയുടെ കാര്യം പറയുമ്പോൾ ഈ സീറ്റിങ്ങിൻ്റെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ കുഷ്യൻ ഇട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ റീപ്പർ ഇട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്യണത് റീപ്പർ ആയിരിക്കും. കാര്യം കുഷ്യനിങ് വരുമ്പോൾ കാണാനൊക്കെ ഭംഗിയായിരിക്കും, ഇരിക്കാനും സോഫ്റ്റ് ആണെങ്കിലും അതിൻ്റെ അടിയത്തെ ആ ഒരു കാർഡ്ബോർഡ് ആയിരിക്കില്ല, മിക്കവാറും നല്ല ചെറിയ കനം കുറഞ്ഞ പ്ലൈവുഡൊക്കെ ആയിരിക്കും. അത് പെട്ടെന്ന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ കുറച്ചും കൂടി അധികം നാൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ സോഫ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ അടിക്കണമെങ്കിൽ അടിക്കാം, പക്ഷെ അത് ഇത്ര സ്ട്രോങ് ആയിട്ടൊരു വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സോഫ കയറ്റി വെറുതെ വൃത്തികേടാക്കേണ്ട. ഇതാണ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡും കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യണതും ഈ ഒരു മോഡലാണ്. പിന്നെ ഇവിടെ ചാരിന് ഒരു കർവ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് തന്നെ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. മറ്റേതാകുമ്പോൾ ചിലത് സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡലാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മുകളിലും അത്യാവശ്യം ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ കാണാൻ വേണ്ടി പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ്സിൽ തന്നെ ചെറിയ കുറച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് സോഫയുടെ ഒപ്പം ഇതും എടുത്തപ്പോൾ ഇതിന് വന്നേക്കുന്ന ചാർജ് എന്ന് വെച്ചാൽ ഒരു 12,500 തന്നെയാണ്. അത്യാവശ്യം റേറ്റ് കുറവിൽ തന്നെ നമുക്ക് കിട്ടിയത്. അക്വേഷ്യയുടെ ഈ ചെയറുകൾ നമുക്ക് ഒരെണ്ണത്തിന് 1,600 രൂപ വെച്ചാണ് കിട്ടിയത്. ആ ഒരു കർവിൻ്റെ ഷേപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടേബിളിൻ്റെ അടിയിൽ നല്ല ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഇത് ഇട്ടേക്കുന്നത്. പക്ഷേ അതിൻ്റെ പോലെ ഇടയിൽ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ, ചെയറുകൾ, സോഫ സെറ്റ്, ഇനി ഒരു കട്ടിൽ കാണിക്കേണ്ടത് ഇതെല്ലാം നമ്മൾ നെല്ലിക്കുഴിയിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഈ റേറ്റ് കുറവിൽ കിട്ടുന്ന ടീമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഹോളിൽ നമ്മളൊരു ഷോക്കേസ് കണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഡൈനിങ് ടേബിൾ ഇട്ടേക്കണ മുറിയിലും നമ്മളൊരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത സമയത്ത് ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കപ്പും സോസറൊക്കെ വെക്കാം എന്നുള്ള രീതിയിലാണ് ഇത് പണിതത്. കാര്യം ഡൈനിങ് ഹോളാണല്ലോ. പിന്നീട് നമ്മൾ കിട്ടിയേക്കണം നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് വന്നപ്പോൾ വേറെ ടൈപ്പ് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുള്ളും ഈ പറഞ്ഞ പോലെ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അലൂമിനിയത്തിൻ്റെ ബീഡിങ്ങാണ് കൊടുത്തേക്കുന്നത്, അലൂമിനിയമാണ്. ഇതിൻ്റെ അത് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഷോക്കേസിൻ്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതാണ് കണ്ട, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ കൊടുത്തേക്കണം. ഏത് കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, പക്ഷേ ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ കൊടുത്തേക്കണം. ബ്ലൂ ഷെയ്ഡ് കൊടുക്കുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഓഫ് ചെയ്തേ ഒന്ന് ഇട്ട് ഓഫ് ചെയ്തേ. ഇതാണ് ഇപ്പോൾ ലൈറ്റ് ഇടുകയും ഓഫ് ആക്കുകയും ചെയ്യുമ്പോഴുള്ള അവസ്ഥ. ഇങ്ങനെ ഇരിക്കും സംഭവം. ഓഫ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം എടുത്ത് പറയേണ്ടത് ഈ ഒരു ഫോട്ടോയുടെ കാര്യമാണ്. ഫോട്ടോയുടെ കാര്യം പറയുന്നത് നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിലെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ അവിടെ ഈ ഫോട്ടോയ്ക്ക് അകത്ത് ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഉള്ളതും ലൈറ്റ് ഇല്ലാത്തതായിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. നമ്മൾ തിരുവത്താഴത്തിൻ്റെ ഒരു ഫോട്ടോ തന്നെയാണ് ഇവിടെ സജസ്റ്റ് ചെയ്തത്. കാര്യം ഡൈനിങ് ഹോൾ ആയതുകൊണ്ട് തിരുവത്താഴത്തിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ അത് തന്നെ ഒരു 4-5 മോഡൽ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഈ ലൈറ്റ് ഇട്ടേക്കണത്. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് തന്നെ എടുത്തു. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 2,500-3,000 ആ റേഞ്ചിൽ വില വന്നായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തും ഓൺ ചെയ്തും ഒന്ന് കാണിച്ചു തരാം. ഓഫ് ആയിക്കേ, ഓൺ ആയിക്കേ, ഓഫ് ആയിക്കേ, ഓൺ ആയിക്കേ. അപ്പോൾ ഇതാണ് ആ ഫോട്ടോയുടെ ഒരു പ്രത്യേകത കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ കിച്ചണും ബെഡ്റൂംസും ഓപ്പൺ ടെറസും സ്റ്റെയർ റൂമൊക്കെ കാണാനുണ്ട്. അവിടുത്തെ പല കാര്യങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ അതെല്ലാം ഒറ്റ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്നുള്ളതുകൊണ്ട് അത് അടുത്ത പാർട്ടായിട്ട് ചെയ്യാണ്. അടുത്ത പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ കൂടി കണ്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം കേട്ടോ.